അനൻ എന്തോ അപ്പൊ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ട് ഏതാണ് അനൻ? മധു റൗണ്ടിൽ എടുത്തിരിക്കുന്നത് പതി കർബല എന്ന് പറഞ്ഞ പാട്ടാണ് അല്ലേ? അപ്പൊ നമുക്ക് സൂഫി സംഗീതത്തെ കുറിച്ചൊക്കെ ഒരു പുസ്തകം രചിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ് നമ്മുടെ ജഡ്ജിങ് പാനലിലുള്ള ഷബ്നം. അപ്പോൾ അത്രയും നല്ല പാനൽ ഓഫ് ജഡ്ജസിൻ്റെ അടുത്താണ് നമ്മൾ ഈ പാട്ടുകളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിച്ച പോലെ ഗംഭീരമായിട്ട് പാടി അതിൻ്റെ റിസൾട്ട് നമുക്ക് വാങ്ങിക്കണം. ഓക്കെ അനൻ? നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമായി. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആംബിയൻസും നമുക്ക് ഇവിടെ ഉണ്ട്. ഓർക്കസ്ട്ര ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ. ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് പാട്. താങ്ക് യു. पदी करबला शहीदे हुसैन लियारे दूरी पदी करबला शहीदे हुसैन लियारे दूरी ओ ज़ैनुली गुणमणि फातिमा सुहर बतूलिन संददी पदी करबला शहीदे
ആശൂര നാൾ വെളി കിണമിൽ വഫാത്തായി കിണമിൽ വഫാത്തായി അതിനാലെ കൺകുണര് അതിനാലെ കൺകുണര് കുളിർക്കുന്ന വാർത്തായിതാ കേൾക്കുവിൻ പ്രേമികളെ ഹുസൈൻ ഒലിയാരെ ദൂരെ ഇതാ കേൾക്കുവിൻ പ്രേമികളെ ഹുസൈൻ ഒലിയാരെ ദൂരെ ഓ സൈനുലിയെ ഗുണമണിയെ ഫാത്തിമ സുഹറ ബത്തൂലിൻ സന്തതി ബദി കർബല ഷഹീദയാ ഹുസൈൻ ഒലിയാരെ ദൂരെ ബദി കർബല ഷഹീദയാ ഹുസൈൻ ഒലിയാരെ ദൂരെ ഹുസൈൻ ഒലിയാരെ ദൂരെ ഹുസൈൻ ഒലിയാരെ ദൂരെ. അനൻ എന്തോ പ്രാക്ടീസ് ചെയ്ത പോലെയൊക്കെ പാടാൻ പറ്റുമോ അനന്? ആ പാടാൻ പറ്റും. പാടാൻ പറ്റി. അപ്പൊ ഇനി നമുക്ക് നേരെ കമന്റ് ചോദിക്കാം അല്ലേ? ശബ്നം കർബല അല്ലേ? അതെ. മോള് മനസ്സിലാക്കിയിട്ടാണോ പാടിയേ? ആ മനസ്സിലാക്കിയിട്ടാ പാടിയ. സൂഫിസം ഒക്കെ ഇഷ്ടമാണോ? ആ ഇഷ്ടമാണ്. എങ്ങനെ പാടിയെന്ന് ഒരു ധാരണ? കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് പാടിയെന്ന് കോൺഫിഡൻസ് ആണോ? കോൺഫിഡൻ്റ് ആണോ? ഐ മീൻ ആണോ? അതെ ഓക്കെ. മോളെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. നന്നായിട്ട് പാടി. നല്ലൊരു എഫേർട്ട് വൈസ് നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് അനൻ പാടാനായിട്ട്. കാര്യം എനിക്ക് തോന്നുന്നു മദ്ഹ് റൗണ്ട്സിൽ നിങ്ങൾ പല കുട്ടികളും എല്ലാവരും ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പലരും നല്ല കുറച്ച് എന്താണ് അതായത് യൂഷ്വലി പാടുന്നതല്ലാതെ ഉള്ള ഒരു ജോണറാണ്. അപ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള കുറച്ച് എഫേർട്സ് നല്ല എടുത്തിട്ടുണ്ട് കുട്ടികൾ പാടാനായിട്ട്. അതിൽ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. ആ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നിങ്ങൾക്ക് ആ ഒരു താല്പര്യം അതൊരു പാടി. പക്ഷേ നമ്മളത് എടുക്കുമ്പോൾ കുറേയൊക്കെ നമ്മളത് പാടി തഴക്കവും പഴക്കവും ചെന്ന് ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആവണം. ആ ഒരു കൈൻഡ് ഓഫ് സിംഗിങ്, ആ ഒരു കൈൻഡ് ഓഫ് സിംഗ് കുറച്ചൊരു എന്താണ് പഞ്ച് കൊടുത്തിട്ട് പാടുന്ന മെലഡീസാണ് സൂഫി കലാംസ് എന്ന് പറയും. സൂഫി കലാംസും ഖവാലീസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കലാംസ് നമ്മൾ ഖവാലീസായിട്ട് പാടുമ്പോൾ ഖവാലി എന്ന് പറഞ്ഞാൽ അത് വേറൊരു തലം തന്നെയാണ്. നമുക്കത് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു സോഫ്റ്റ് വേർഷനാണ് ഈ പിന്നെ നമ്മൾ ഈ മദ്ഹിൽ വരുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഒരു പഞ്ച് കൊടുത്ത് പാടുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് പാടുന്ന ശൈലിയിൽ നിന്നും തികച്ചും ഒരു വ്യത്യസ്തമായ രീതിയാണല്ലേ. അതിന് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പാടിയിട്ടുള്ള എക്സ്പീരിയൻസ്, അത്തരത്തിലുള്ളത് പാടിയുള്ള ഒരു എക്സ്പീരിയൻസ് വേണം അല്ലേ. അതിൻ്റേതായിട്ടുള്ള കുറച്ചൊരു ഒഴുക്ക് കുറവ്, ഒരു ഫ്ലുവൻ്റ് അല്ലാത്ത ചില ഇഷ്യൂസായിരുന്നു എനിക്ക് ഇന്ന് മോള് പാടിയത് ഈ സോങ്ങിൽ ഫീൽ ചെയ്തത്. ഓക്കെ. ഹമ്മിങ് ഒക്കെ മോക്ക് മനസ്സിലായി കാണുമല്ലോ. ഹമ്മിങ് അല്ലെങ്കിൽ അത് മോക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഹമ്മിങ് ഒന്നും സ്റ്റേബിൾ ആയിരുന്നില്ല. ഓക്കെ. അങ്ങനത്തെ ചില ആ ഒരു മൊത്തത്തിലൊരു ഫ്ലുവൻ്റ് അല്ലാത്ത ഒരു അത് ഇതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. ബാക്കിയൊക്കെ ഫീൽ നല്ല മോള് അതിൽ ലയിച്ച് തന്നെയാണ് പാടിയത്. അത് സമ്മതിച്ചെന്നേ പറ്റും. അതിൽ ലയിച്ചിട്ടാണ് പാടിയത്. ഓക്കെ. താങ്ക് യു സോ മച്ച് ശബ്നം. സിന്ധു ചേച്ചി, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു അനാൻ്റെ വോയിസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നല്ല വോയിസാണ്. വളരെ എന്താ പറയുക, എല്ലാത്തരം സോങ്സും പാടുന്ന സമയത്ത് പറ്റുന്ന വോയിസാണ്. ശബ്നം പറഞ്ഞ മാതിരി ചില സ്ഥലങ്ങളിൽ മോള് ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പല ടൈപ്പ് ഓഫ് സോങ്സാണ് നമ്മളിവിടെ എടുക്കുന്നത്. പല ജോണറിലുള്ള സോങ്സാണ്, പല ടൈപ്പിലുള്ള സോങ്സാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പാടി വരുന്ന സമയത്ത് അതിനൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ പാടുമ്പം. അപ്പോൾ അത് കുറച്ചും കൂടി വന്നു കഴിഞ്ഞാൽ മോള് കറക്റ്റായി. മോള് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. മോള് പാടിയത് അതാണ് നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് മോളുടെ കയ്യിലുണ്ട്. അത് വിട്ട് കളയരുത്. പക്ഷെ എന്നിരുന്നാലും മോള് പാടിയതൊന്ന് കേട്ട് നോക്കിയാലൊന്ന് മനസ്സിലാവും. ചില സ്ഥലങ്ങളിൽ ഇപ്പം ഹമ്മിങ്സ് ഒക്കെ പാടിയ സ്ഥലങ്ങളിൽ അതൊന്നും ആ കറക്റ്റ് ഒരു ഗ്രിഡിൽ വീഴാത്ത പോലെ തോന്നി. അതൊക്കെയാണ് ചെറിയ ചെറിയ മിസ്റ്റേക്സേ ഉള്ളൂ. പിന്നെ ഈ പാട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രെത്ത് എടുക്കാൻ സമയമില്ല നമുക്ക്. അത്രയും അല്ലേ, ഫുള്ള് ലിറിക്സ് നിറഞ്ഞിട്ടേ നമുക്ക് എവിടെയാണ് ബ്രെത്ത് എടുക്കേണ്ടത്, എവിടെ കട്ട് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മോളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതർവൈസ് നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ലൊരു സോങ് സെലക്ഷൻ.